ഉമർ മൗലവിന്റെ മൗലിദ് കേട്ടോളി. കാന ശൈഖ് ഉമർ അഹ്മദ് മലൈബാരി ദാഇയതൻ കബീറാ കറസ ഹയാതുഹു ലിഖിദ്മതി ദീൻ വഅലിമൻ ജരീഅൻ ജാഹദ ബിൽലിസാനി വൽഖലമി അദാ അൽഹഖ് ദൂന അൻ യഖാഫ ലൗമത ലായിം വലാ അൻ യഖ്ളഅ ലിൽമുലായനതി വൽമുദാഹന വകാന ഹമ്മുഹു അൽഅലാ ഫിൽ ഹയാതി റഫഅ റായത തൗഹീദ് ഫീ കുല്ലി നാഹിയാ സല്ലല്ലാഹു. എങ്ങനെയുണ്ട് ആദ്യം ഗദ്യം, ഈ പദ്യമല്ലേ വേണ്ടത്? ദാ അടുത്ത പേജിൽ വായിച്ചോളി. ഇതിലിതാ സുബ്ഹാനല്ലാഹ് ഉമർ മൗലവിയുടെ മൗലിദ് അറബിയിൽ തന്നെ നോക്കി. നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിലുള്ള രണ്ടുപേര് ചൊല്ലുമ്പോ എന്തൊക്കെ പുകില അവരുണ്ടാക്കല്, എന്തൊക്കെ പുകില ഉണ്ടാക്കല് എന്നാ കേട്ടോളൂ. മകുന്തു ആമിലു റിഹിലതം മിൻ ദാരി മിൻ ബഅദി മർകബി കല്ലഖീരി മദാരി. ഇതന്നല്ലേ മധുകർണ, ഇതന്നല്ലേ മൗലിദ്. നീ ഇയാളെ കുറിച്ച് പറഞ്ഞു എത്രത്തോളം പറയുന്നത് കേട്ടോളി. അല്ലാഹു അംബത ഹുനബാതൻ സാലിഹാ മുതനസ്സിഹൻ അൻ കുല്ലി ഫിസ്കിൻ സാരി. അല്ലാഹു തആല സ്വാലിഹായ മനുഷ്യനായിട്ടാണ് ഉമർ മൗലവിനെ മുളപ്പിച്ചത് എന്നാ നമ്മൾ ഈ ശുദ്ധമായ പന്നിമാംസം എന്നൊക്കെ പറയുന്ന മാതിരി. അല്ലാതെ എന്തെന്നാ ഞാൻ പറയാം. ഇനി ഇയാളെ കുറിച്ച് പറയുന്നത് കേട്ടോ സങ്കടമുണ്ട്. ഞങ്ങൾ ഗൗസുൽ ആലമിനെ ശൈഖ് എന്ന് വിളിച്ചതിന്റെ പേരിൽ ഞങ്ങൾ കാഫറാവെന്ന് പറഞ്ഞത്. മൊയ്തീൻ ശൈഖെ കാക്കനെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാഫറാവെന്ന് പറഞ്ഞത്. നിങ്ങൾ വിളിക്കണം, വിളി കേട്ടോളിയും. സുബ്ഹാനല്ലാഹ് ഹത്താ ഇദാ മാ ജദ്ദ വല്ലമ്മാ ഇലാ ശൈഖിൽ മശായിഖി കാതിബിൽ മലബാരി. ഉമർ മൗലവി മൗലിദിൽ പറയുന്നത് ശൈഖുൽ മശായിഖാണ്. എങ്ങനെയുണ്ട്? ഞങ്ങൾ ശൈഖ് എന്ന് വിളിച്ചുമ്പോ തന്നെ ശിർക്ക് വരുമെങ്കിൽ ശൈഖുൽ മശായിഖ് എന്ന് വിളിച്ച നിങ്ങളൊക്കെ എമ്മാതിരി കാഫറാകണം. നിങ്ങളിത് ആരെ വിളിക്കണത്? ഉമർ മൗലവി. ഇനി തീർന്നില്ലട്ടോ, ഇയാള് സുബ്ഹാനല്ലാഹ് പിന്നെ ഇബ്രാഹിം നബിന്റെ മാതിരിയാണെന്നാണ് ഒരു വരി പറയുന്നത്. അസ്ലംത ലിർറഹ്മാനി മിഥില ഖലീലിഹി ലിതകൂന ഫീനാ ഉമ്മത്തൽ അഹ്റാരി. ഇബ്രാഹിം നബിന്റെ മാതിരിയാണ് ഉമർ മൗലവി. ഈ കെ എം മൗലവിനെ കുറിച്ചുണ്ട്. നിങ്ങൾ ഒരാളെ മൗലൂദ് ചെയ്താൽ കിട്ടില്ല. കെ എം മൗലവിന്റെ മൗലൂദൊക്കെ ബഹു രസ. അയാളെ കുറിച്ച് എഴുതിയ മൗലൂദ് കേട്ട് നിങ്ങൾ കെ എം മൗലവി എന്ന് പറയുന്ന മൗലവി സത്യം പറയുന്ന കാര്യത്തിൽ സിദ്ദീഖ് തങ്ങളുടെ സ്ഥാനത്താണ്. രണ്ട് കാര്യത്തിന് അയാൾ വായ പൊളിച്ചിരുന്നത്. ഒന്ന് നുണ പറയാൻ, ഒന്ന് ചോറ് വയ്ക്കാൻ. എന്നിട്ട് അയാൾക്ക് സിദ്ദീഖ് തങ്ങളെ സത്യസന്ധത. പിന്നെ പറഞ്ഞു ഇയാള് ധൈര്യത്തിന്റെ കാര്യത്തിൽ അലിയാര് തങ്ങളെ ധൈര്യമാണ്. ഇതൊന്നും മുസ്ലിം ജമാഅത്തിനോട് പറയണ്ട, SYSനോട് പറയരുത്. കാരണം എന്തറിയോ, ഈ കെ എം മൗലവിയെ ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്യുന്ന പേടിച്ചപ്പോഴാ രാത്രിക്ക് രാത്രി ഭാര്യയുടെ പർദ്ദയും വാങ്ങി ധരിച്ചിട്ട് മലപ്പുറം ജില്ലയിലെ പുളിക്കലിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് രാത്രിക്ക് ഒളിച്ചോടിയ ഭീരുവായ മനുഷ്യരാ ശ്രീ കെ എം മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ. എന്നിട്ട് അലിയാര് തങ്ങളെ ധൈര്യമാണ് തോലെ പുള്ളിക്കുള്ളത്. സഹനത്തിന്റെ കാര്യത്തിൽ പുള്ളി ഉസ്മാൻ തങ്ങളെ സ്ഥാനത്താണ്. ഇനി ഒരു ഖലീഫയും കൂടിയല്ലേ ബാക്കിയുള്ളൂ. അത് അടുത്ത പരിപാടിയാ കിട്ടും. ഇയാൾ നീതിന്റെ കാര്യത്തിൽ ഉമർ തങ്ങളെ സ്ഥാനത്താണ്. പിന്നെ ഇയാൾ ഉപദേശം കേട്ടാലുണ്ടല്ലോ, സിദ്ദിഖിനെ ലുക്മാൻ റളിയല്ലാഹുവിന്റെ നസീഹത്താണ്. നാളെ അങ്ങനെ അമ്പിയാക്കൾ സ്വർഗത്തേക്ക് പോയി കഴിഞ്ഞാല് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ 4 ഖുലഫാഉർ റാഷിദീങ്ങൾ ആദ്യം സ്വർഗത്തേക്ക് പോവുക. അപ്പൊ അങ്ങനെ സിദ്ദീഖ് തങ്ങളൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ TP അബ്ദുള്ള കോയ മാതിരി പാഞ്ഞു വന്നിട്ട് പറയും, FP അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ പാഞ്ഞു വന്നിട്ട് പറയും, പഠിച്ചോനെ ഇവര് പോകാൻ നിൽക്കട്ടെ, ഇവരെ 4 ആളെ ഗുണമുള്ള ഞങ്ങളൊരാൾ പോകണ്ട, ഇവിടെ നൽകിയ മൗലവി നിങ്ങൾ പോയിക്കാണി ആദ്യം എന്ന് പറയാം. അവിടെ വെച്ച് കാണാം. ഇതൊക്കെ എന്ത് തോന്നിയ ഇതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളെ മാല എന്നൊക്കെ ഇപ്പൊ വലിയായിട്ട് കളിയാക്കല്. മാലയും മൗലൂദൊക്കെ ഇവരോടൊക്കെ വലിയ മുത്തച്ഛന്മാരെ ഒരു കാലത്ത് തൊട്ടുനോക്കി. നിങ്ങൾക്കറിയോ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ സിംഹഗർജനം, അല്ലാഹുവേ നീ അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ പതി ഉസ്താദ് അവരുടെ അലവി മൗലവി ഇടവണ്ണക്കാർക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തണ്ടല്ലോ. അലവി മൗലവി പതി ഉസ്താദ് പറഞ്ഞു, മൊയ്യദ്ദീൻ മാല ഖുർആനെതിരാണ്. പതി ഉസ്താദ് ചോദിച്ചു, ഏത് മാല? കാളി മുഹമ്മദ് എഴുതിയ മാല. തന്നെയാണ്. ഖുർആനെതിരോ? അതിൽ ഖുർആനെതിരില്ലല്ലോ. 400 ചില്ലം കൊല്ലം പഴക്കമുള്ള മാല മൊയ്തീൻ മാല. അപ്പൊ ഇവർക്ക് ഈ മൊയ്തീൻ മാല മുഴുവൻ തിരിഞ്ഞിട്ടില്ല. ഇവരെങ്ങനെ ശിർക്കാക്കിയത് അറിയങ്ങള്? ഈ മാലിന്റെ അവസാനത്തിലൊക്കെ ഓവർ എന്നുണ്ട്. അപ്പൊ ഓല അടുത്ത ദൗറ കൂടിയപ്പോ പറഞ്ഞു മാല ഓവറാണ്. അതല്ലാതെ ഇവർക്കത്തിൽ മാല ഇരിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഇവര് പാകിസ്ഥാനോട് ഓരോ വരി ഇങ്ങനെ ചെല്ലും.
അപ്പൊ എന്ത് ചെയ്യും? ഉസ്താദ് ഇതിന്റെ അർത്ഥം ഇങ്ങനെ ശരിക്കും പറഞ്ഞു കൊടുക്കും. അപ്പൊ മൗലവി പറയും മുസ്ലിയാർ പറഞ്ഞ മാതിരിയാണെങ്കിൽ കുഴപ്പമൊന്നും കാണില്ല. അപ്പൊ അടുത്ത പരിപാടി. അപ്പൊ ഇവര് ഇങ്ങനെ വനിതാ ക്ലാസ്സിലും ഇവരെ ചെറുപ്പക്കാരെ ഇവര് കോളേജിലും മൗലിമാർ വലിയ നീണ്ട താടിയൊക്കെ വെച്ച മൗലിമാർ നീണ്ട താടി കണ്ട മനസ്സിലാക്കി കൂടുതൽ അജ്ഞത ഉണ്ട്. അല്ലാതെ അയാൾക്ക് ഇൽമു പറയേണ്ടെന്ന് മനസ്സിലാക്കണ്ട. താടിനല്ലട്ടോ കുറ്റം പറഞ്ഞത്. കുറെ കാലം ബാർബർ ഷാപ്പ് കയറാതെ അയച്ചിട്ട് ഇപ്പൊ ഒരാൾക്ക് ഇൽമൂടൊന്നുമില്ല. അതിങ്ങനെ ചോറ്റിലും ചാറ്റിലും തട്ടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊന്നല്ല വേണ്ടത്. ഇൽമു മര്യാദ ഓതിപ്പടിക്കും. നിങ്ങൾ വിവരമുള്ളൊന്ന് ഓതിപ്പടിക്കും. എന്നിട്ട് നിങ്ങൾ മൊയ്യദിമാലൊന്നും ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വരും. അതിൽ എന്ത് തെറ്റങ്ങൾക്ക് നിങ്ങളെ ഇരുത്തി പഠിപ്പിക്കും. പതിസ്ഥാന് മുമ്പ് നിങ്ങൾ അലവി മൗലവിക്ക് അതിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവരെന്ത് നിങ്ങൾ അർത്ഥമൊക്കെ കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ പെണ്ണുങ്ങളെ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ സുന്നി താത്താരൊക്കെ പാടുന്ന മാല, ആ മാലയിൽ ഒരു വരിയാണ് ആ വണ്ണം അള്ളാഹ് പടച്ചവൻ താൻ തന്നെ യാ ഹൗസുൽ എന്നല്ലാ വിളിച്ചോവര്. അള്ളാഹു താല മൊയ്തീസ് ഇങ്ങനെ ഹൗസുൽ ആളം എന്ന് വിളിച്ചു മാലയിലുണ്ട്. അത് വിളിച്ചതപ്പോ അതൊക്കെ നിങ്ങൾ പ്രാമാണികമായിട്ട് ചോദിക്കി. അപ്പോഴല്ലേ ഇതിനൊക്കെ വിശദീകരണങ്ങള്. അപ്പൊ എന്ത് ചെയ്യും നിങ്ങള്? ഇവരൊരു അർത്ഥം ഒപ്പിക്കും. ഇപ്പൊ ഹൗസുൽ ആളം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സഹായിനാലും മലയാളത്തിൽ പതാല പറയാം. അപ്പൊ അള്ളാഹു താല എപ്പോഴത് വിളിച്ചത് നിങ്ങള്? അള്ളാഹു താല ഔലുൽ കൗസർ കാണാൻ പോയി. അപ്പൊ അള്ളല്ലേ ഔലുൽ കൗസർ ഉണ്ടാക്കിയത്? കഥ ചോദ്യമൊന്നുമില്ല. മുജാഹിദ് പറഞ്ഞ നമ്മൾ കേട്ടോണം. കാരണം ആ അന്തല്ലാത്ത കൗം ഇങ്ങനെ പറഞ്ഞ നമ്മൾ കേട്ടോണം. അങ്ങനെ ഈ അള്ളാഹു താല ഔലുൽ കൗസർ കണ്ടിട്ട് ഇങ്ങനെ അതിന്റെ ചൊർക്കും കണ്ട് നടക്കുന്ന സമയത്ത് അള്ളാഹു താല ഔലുൽ കൗസർ കണ്ട് വീണു. കാരണം മുജാഹിദിന്റെ പടത്തിന് വീഴാനും പ്രയാസമല്ല, വികലാംഗനാണല്ലോ. അങ്ങനെ ഔലുൽ കൗസറിൽ വീണിട്ട് കുളുകുളുകുളുകുളു പറഞ്ഞിങ്ങനെ അള്ളാഹു താല ഔലുൽ കൗസറിൽ ഇങ്ങനെ മുങ്ങിക്കളിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? അള്ളാഹ് അവിടെ കിടന്നാണ്, മരിച്ചാണെങ്കിൽ സുയിപ്പാണ്, നാളെ നമ്മളെ വിചാരണ ചെയ്യാനുള്ള പടച്ചോനാണ്. അപ്പൊ അള്ളാഹു താല ഇങ്ങനെ എന്താപ്പ ചെയ്യാന്ന് വിചാരിച്ച് മേപ്പെട്ട് നോക്കിക്കാൻ മുജാഹിദ് പറയുന്നതൊക്കെ. എന്നിട്ട് സക്കരിയ സ്വലാഹിന്റെ ഒരു പ്രസംഗത്തിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു, ഈ കസമൂലി ഒരു പുലിക്കൽ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. പച്ച നോണ. ഈ കസമൂലി ഇങ്ങനെ ഒരു വിശദീകരണം പറഞ്ഞത് ഏതെങ്കിലും മുജാഹിദ് തെളിയിച്ചു നിങ്ങൾ പറയുന്ന പണി അങ്ങ് എടുക്കും. നോണ പറഞ്ഞ ജനങ്ങളോട് നിങ്ങൾ ആദർശം പറയരുത്. നിങ്ങൾ ഉള്ളത് പറയും, അള്ളാന്റെ ദീനിലുള്ളത് പറയും, ഹക്കായത് പറയും. എന്തിനാ നിങ്ങൾ പച്ച നോണ പറയുന്നത്? എന്തിനാ നിങ്ങൾ ഈ കളവ് പറയുന്നത്? എന്നിട്ട് നോക്കി നിങ്ങൾ അള്ളാഹു താല ബക്കത്ത് കൂടി മൊയ്തീശേക്കിന്റെ അപ്പം ഇങ്ങനെ നടക്കണം. ഔലുൽ കൗസറിന്റെ ബക്കത്ത് കൂടി അപ്പം വിളിച്ചു നൗസുല്ലം. അതാണ് ഈ മാലി പറയുന്നത്. ഇമാതിരി കഥയറ്റിന് വരുകൊണ്ട് ഞങ്ങൾ എത്തിക്കും. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കി, മാലിന്യങ്ങളുടെ ഒരു വഴി. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം മത്തീരയുള്ളവർ. കൊടിയത് കാണുമ്പോ തന്നെ മുജാഹിദ് ബടി തരയാണ്. കൊടി കാണുമ്പോ തന്നെ ബടി തരയല്ല വഹാബി. ഈ കൊടിന്റെ അർത്ഥം താൻ തിരി. അപ്പൊ കണ്ടെങ്കിൽ പരിസ്ഥാൻ അന്ന് ഓതി വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ. അള്ളാന്റെ ഹബിൽ മുറുകെ പിടിക്കണോ. ഹബിൽ എന്ന മലയാളത്തിൽ കയറുന്ന പതിസ്ഥാദ് പറഞ്ഞു. ഖുർആനിൽ പറഞ്ഞ കയറ് കിട്ടുന്നിടത്ത് മാലി പറഞ്ഞ കൊടിയും കിട്ടുന്നു. അപ്പോൾ ആ മൗലവിക്ക് തിരിഞ്ഞത് കൊടിമാതി കയറ് മാതിരിയ മാലിത്തെ കൊടിയും. കൊടി എന്ന് പറഞ്ഞ പ്രശസ്തി. അപ്പൊ ഈ പരിപാടിക്ക് നിങ്ങൾ 2 കോടി. എന്തേ കാര്യം? ഈ സംഘടനയുടെ ആളുകളാണ് ഈ പരിപാടി നടത്തുന്നതിനുള്ള അടയാളം. ഓന്റെ പോയത്തക്കാരെ കൊടി കാണുമ്പോ തന്നെ വടി എറിഞ്ഞിരുന്ന എങ്ങനെ? നിങ്ങളെ ഞങ്ങളെ മാല ഗവേഷണം ചെയ്യുന്നത്. എന്നിട്ട് ഇവര് ഇതിലൊക്കെ ശിർക്കുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കിയെങ്കിൽ ഇവരൊരു മാല. ഇതാണ് ഉമർ മാല. ഈ മാല എഴുതിയത് 2000 ഏപ്രിൽ അൽ-ഇസ്ലാഹില് അമീർ മദനി എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതനാണ്. ഏതെങ്കിലും ഒരു വായനക്കാരനൊന്നും എഴുതിയതല്ല. മുജാഹിദ് പണ്ഡിതനാണ് ഈ മാല എഴുതിയത്. നമ്മളെ മാല എങ്ങനെ തുടങ്ങല്? ബിസ്മി ഹംദ് സ്വലാത്തോണ്ടൊക്കെയാണ് നമ്മളെ മാല തുടങ്ങല്. എന്നാൽ മുജാഹിദിന്റെ മാല തുടങ്ങുന്നത് നിങ്ങൾ നോക്കിക്കോളി. ഹംദുമില്ല, ബിസ്മിയില്ല, ഒന്നുമില്ല. തുടങ്ങത്തന്നെ എന്താ നിങ്ങള്? സ്വർഗത്തിലേക്ക് വേദന ശാന്തി സായുജ്യമാകുവാൻ. എങ്ങനെയുണ്ട് ഉമ്മമാരെ? നിങ്ങൾ അറിയണോ? ഇത് മുജാഹിദിന്റെ മാല. മുജാഹിദിന്റെ മാലയാണ് ഈ മാല. എങ്ങനെയുണ്ട്? നമ്മൾ ചെല്ലണ മാല അല്ലാഹ് തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. നിങ്ങളൊന്നും ഞങ്ങളെ മാലി മൗലൂദ് തുടരുത്. വിമർശിക്കാൻ നിങ്ങൾക്ക് അർഹതല്ല. പാടിങ്ങൾ ഈ മാല. അപ്പൊ പറയും ഞങ്ങളിത് പുണ്യം വിചാരിച്ച് പാടുന്നില്ലല്ലോ എന്നാ മുജാഹിദ് പറയല്. പുണ്യം വിചാരിച്ച് പാടി ടീക്കാക്കാന്റെ പുണ്യം വിചാരിച്ച് പാടി വല്ല പുണ്യം കിട്ടിയിട്ട് വേണ്ടേ? പുണ്യം വിചാരിച്ച് പാടെങ്കിൽ പുണ്യം കിട്ടുന്നവരെ കുറിച്ച് പാടുമാണോ? അത് ശരി. നിങ്ങൾ ആലോചിച്ച് നോക്കിയത് നമ്മളിത് പറയുന്ന സമയത്ത് മുജാഹിദ് നിങ്ങൾ പറയില്ലെന്താ? നിങ്ങൾ ഞങ്ങൾക്ക് കവിതയാണ് എന്നാ പറയാം. ഞമ്മളത് മാല, മുജാഹിദിന്റെതോ കവിത. അപ്പൊ ഞാൻ പറയലുണ്ട് എന്ത്? ഇന്നൊരു കാര്യം ചെയ്തോ. ഏതായിരുന്നാലും ഇപ്പൊ നിങ്ങളാണ് ഈ മൗലിത്താവും ഇവ അച്ചടിക്കുന്ന തിരൂരങ്ങാടിയിൽ. ഈ കുത്തുബിയത്ത് 5 ഉറുപ്പ്യന്റെ കുത്തുബിയത്തിന്റെ ഇടക്കം മുജാഹിദ് അച്ചടിക്കണം. ഈ അച്ചടിച്ച് കിട്ടുന്ന പണൊക്കെ ശിർക്കിന്റെ പണം തന്നെ അല്ലേ? കാരണം 5 ഉറുപ്പ്യൊക്കെ ജനങ്ങൾ കുത്തുബിയത്തിലുണ്ട് പെരിയിലൊക്കെ ഇരുന്നിട്ട്. നിങ്ങൾ അച്ചടി നിർത്തി. തിരൂരങ്ങാടി പ്രസ് നിങ്ങളെ പ്രസ്സല്ലേ? ഞങ്ങളാണോ? ഈ വക മുഴുവൻ ഉണ്ടാക്കിയത് നിങ്ങളാ. 103 വക, 133 വക, 33 വക, 66 വക, 99 വക, സമസ്ത ഒരു വക ഉണ്ടാക്കിയിട്ടില്ല.
മുജാഹിദ് ഉണ്ടാക്കിയ വക. ഈ വകകൾ മുഴുവൻ മുജാഹിദ് ഉണ്ടാക്കി. എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവര് കവിത എന്നത് പറയാം. എന്നാ ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത കൊല്ലങ്ങൾ സബീൻ അടിക്കുമ്പോ മൗലിദ് അച്ചടിക്കുമ്പോ നിങ്ങൾ ഇത് അറിയും. റിഫാ ഈ കവിത, മമ്പുറം കവിത, മങ്കൂസ് മഞ്ഞക്കുളം കവിത, മമ്പുറം കവിത, മുഹിയുദ്ദീൻ കവിത. ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇപ്പൊ മാലന്നേന്ന് ഇതിന് പറയണമെന്നില്ല. മാലന്നേന്ന് മാല എന്നുള്ള പേര് തന്നെ പറയണമെന്നില്ല, കവിത എന്നാണ് പറഞ്ഞു. ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ് എത്രത്തോളം ഇവർ ഇതിൽ പറയുന്ന നിങ്ങൾ. ഉമർ മൗലവി ചക്കക്കുരു തെറിച്ചും പോലെയാണ് സ്വർഗത്തേക്ക് തെറിച്ചെന്ന് പറയുന്നത്. ഇനി അത് പോട്ടെ. ഇനി അടുത്ത കേട്ടോളൂ നിങ്ങൾ. കേഴുന്നു കേരള മക്കൾ നിനക്കോരോ രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. ഉമർ മൗലവി ഇങ്ങനെ മരിച്ചിട്ട് ഇവിടെ കേരളം കരയായിരുന്നു. ചിലപ്പോ ഞാൻ പറയുമ്പോഴാവും നിങ്ങൾ ഇയാൾ മരിച്ച വിവരം തന്നെ അറിയുന്നത്. ഇവിടെ ആര് കരഞ്ഞു എന്നാ പറയുന്നത്? ഇയാൾ മരിച്ചിട്ട് ആരവിടെ കരഞ്ഞോക്കെ? സുബ്ഹാന ജല്ല ജലോ. ഇനി അതൊക്കെ പോട്ടോ, ഇയാളെ കുറിച്ച് പറഞ്ഞു കേട്ടോളി. മലയാള മണ്ണിനു സൗഭാഗ്യമാകിനി മൂന്നാമുമറായി ജീവിച്ച നാളുകൾ. മലയാള മണ്ണിന് സൗഭാഗ്യമാണ് ഉമറേ. മൂന്നാമത്തെ ഉമറായി, ഇസ്ലാമിലെ മൂന്നാമത്തെ ഉമറാണ് ഈ മുജാഹിദ് മൗലവിയായ ഉമർ മൗലവി എന്നാ ഈ മാലയിൽ പറയുന്നത്. തീർന്നില്ല, ഇവരിൽ ഓവറില്ലാത്തുള്ളൂ ഇവർന്ന് കണ്ടിട്ടോ. അത് ഞാൻ വായിച്ചുതരാം. മായില്ല നിൻ വാക്കിൻ ധോരണിയാൽ മാതം കല്ലും നെല്ലും നീക്കി സ്വീകരിച്ചോരീവർ. കണ്ടങ്ങള് മാല, ഉമ്മർ മാല 2000 മാല. ഞങ്ങളെ മാലക്ക് 400 ചില്ലാം കുഴപ്പം, 400 ചില്ലാം വർഷത്തെ പഴക്കം. ഉമ്മർ മാലക്ക് 2000 16 കൊല്ലത്തെ പഴക്കം. ഇതല്ലേ ഉള്ളൂ. ഇനി കേട്ടോളൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഇയാളെ കുറിച്ച് പറഞ്ഞ് പരശുരാമന്റേത് കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേത് മാത്രമല്ല ഗുരു. പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്നൊക്കെ പറയുന്നത് കഥ മാത്രമാണെങ്കിൽ ദക്ഷിണ കേരളം അങ്ങയുടേത് മാത്രമല്ല ഗുരു. ഈ ഗുരു എന്ന് പറഞ്ഞ മലയാളം. ഇവരെങ്ങനെ തന്നെ പിടികൂടണം, ഇവരൊന്നും വിടരുത്. ഗുരു എന്ന് പറഞ്ഞ മലയാളം. ഈ ഗുരു എന്ന് പറഞ്ഞ മലയാളത്തിന്റെ അർത്ഥം എന്താ? ഗുരു എന്ന് പറഞ്ഞ മലയാളത്തിന്റെ അർത്ഥം എന്താ? ഡിക്ഷണറി എടുത്ത് നോക്കി. ഷെയ്ഖ് എന്നാ. ഷെയ്ഖിന്റെ മലയാള ഗുരു. നമ്മൾ അറബിയിൽ ഷെയ്ഖ് എന്ന് വിളിച്ച നരകത്തിന്റെ നടുക്ക്, അത് ശിർക്ക്. ഉമർ മൗലവിനെ ഗുരുന്ന് വിളിച്ചാലോ അത് ചൊർക്കും സ്വർഗത്തുക്കും. ഇത്ര കിഴക്ക പടിഞ്ഞാറ്. നിങ്ങൾക്കൊക്കെ ഞങ്ങളെ മൗലിദിനെ വിമർശിക്കാൻ എന്താ അർഹതയുള്ളത്? നിങ്ങൾ ഏതിനെ വേഷം കെട്ടി കൊടുത്തിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കഥ വേണ്ടേ? ഏതെങ്കിലും കഥ വേണ്ടേ? എന്നിട്ട് ഓരോരുത്തരെ കൊണ്ടുനടക്കുക. ആ മർക്കസിൽ ചോറ്, പിന്നെ ഞങ്ങൾക്കൊക്കെ ചോറുണ്ടാക്കി തന്നിരുന്ന ആ പാവം, അയാളൊരു പേരുണ്ടായിരുന്നു, എന്തായിരുന്നു? ആ വളഞ്ഞിട്ടുണ്ടായിരുന്നു, കോയാക്ക. ആ കോയാക്കനെ തച്ച വിദ്വാൻ, പാവം മനുഷ്യൻ അടിച്ചുപോയി. ഒരു സക്കാഫിക്കാരോട് വെറുപ്പുണ്ടാവില്ല. അതിന് മാത്രം ശമ്പളം കണ്ടിട്ടല്ല അയാൾ അവിടെ ജോലി ചെയ്യണം. ഇങ്ങനെ അയക്കണേ ആ ചെമ്പ് ഇങ്ങനെ ഏറ്റി ഉള്ള ആലിമീങ്ങളൊക്കെ അയാളെ സ്നേഹിക്കുന്നതാ. അയാളെ തച്ചൊരു വിദ്വാൻ. പിന്നെ ഇവനൊക്കെ വഹാബി ആയിട്ടില്ലെങ്കിൽ അത്ഭുതമല്ലുള്ളൂ. അത്ഭുതമല്ലോ. അന്ന് ആ കോയാക്ക വേദനക്കുന്ന ഹൃദയത്തിന് പറഞ്ഞതാ, പടച്ചോനെ ഇവനക്ക് ഈ കൊടുക്കണം. ഇതായത്താ പോയത്, അത് നൂരിശീക്ക പോയത്. ഒരു മണ്ണാങ്കട്ട ഒരു അന്തം കൊന്തമല്ലാതല്ല. ഭയങ്കര രസകരമാണ് ഈ വിദ്വാന്റെ ഓരോന്നൊക്കെ. എന്തേ കാരണം? ഇയാളിങ്ങനെ വേറെ പിന്നെ മടവൂരിയാളല്ലാത്തൊരു സ്ഥലത്ത് ഇയാൾ മടവൂരിയല്ലല്ലോ, ഇയാൾ മടവൂരിക്കല്ല വയ്ക്കുന്നത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തൊരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കുന്ന കൂട്ടത്ത് പറഞ്ഞു, എനിക്ക് തൗഹീദ് മനസ്സിലായത് പേരോടിന്റെ പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല, പൊന്മളുടെ പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല, അങ്ങനെ പറയാം. പിന്നെ ശബാബ് വായിച്ചിട്ടാണ്. അതിനാലെ കൊണ്ടുപോയവർക്കും എടുത്ത്. കാരണം ശബാബ് വരെ എതിരുള്ള പത്രമാണ്. ഇതാ കഥ. അല്ല ആയിക്കോട്ടെ, ഓരോ ഇപ്പൊ വേറൊന്നും ഉണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ട് സുന്നിയായി എന്ന് പറഞ്ഞിട്ട് ഒരാള്, ഒരു സുന്നിന്ന് മുജാഹിദ് പോയ ഒരാളുടെ. അപ്പൊ എനിക്ക് അന്ന്, ഞാൻ കുറെ മുമ്പ് ഞാൻ ഈ പാലപ്പറ്റയിൽ ഗണ്ണന നടത്താൻ വന്നിരുന്നു. കുറച്ചു മുമ്പ് ഒരു 3-4 ഗണ്ണനോടെ തുടരെ നടന്നിരുന്നു. അപ്പൊ അന്ന് ഇയാൾ പ്രസംഗിച്ചിരുന്നു. അപ്പൊ ഇയാൾക്ക് ഇപ്പൊ എന്തൊരു മറുപടി പറയണല്ലോ, ഇയാൾക്ക് എന്തുകൊണ്ട് മുജാഹിദായി വിചാരിച്ചിട്ട് ആ ഇസ്ലാം ഞാൻ കയ്യിലെടുത്തിട്ടില്ല. ഇയാൾ ഇസ്ലാമിൽ ലേഖനം എഴുതി. അപ്പൊ ഇയാൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ലാസ്റ്റ് ഇയാൾ പറയാം, ഇതൊക്കെ പിന്നെ പലതും നമ്മളെ ഇടയിലുള്ള ഈ ഖുറാഫാത്തും അനാചാരമൊക്കെ ഇയാൾ ചിന്തിച്ചിട്ട് ഇയാൾക്ക് ഉറക്ക് വരുന്നില്ല. എത്ര രാത്രി കിടന്നിട്ട് ഉറക്ക് വരാതായപ്പോ ഇയാൾ എന്ത് ചെയ്തറിയോ, എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചു.
ഉറങ്ങാതെ താജ് നിസ്കരിച്ചു. ഞാൻ അത് വായിച്ചിട്ട് അന്നാ ഇസ്ലാമിന്റെ അടുത്ത് വായിച്ചിട്ട് പറഞ്ഞ മുജാഹിദീങ്ങളെ കൊണ്ടുവന്നോളി ഈ സാധനത്തിന്, ഞങ്ങൾക്ക് വേണ്ട. ചെങ്ങായിമാരെ ഉറങ്ങിയതിനു ശേഷം നിസ്കരിച്ച നിസ്കാരത്തിന്റെ താജ്ജുദ് ഇതിലെ കൊണ്ടിടക്ക. നിങ്ങൾ ഇത്ര തരംതാ നിങ്ങള് വെറുതെ എന്തെങ്കിലും കാണുമ്പോ തന്നെ കൊണ്ടെടുക്കല ഓരോന്നിനൊക്കെ. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ ഒരു സാധനത്തിനും ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കലില്ല. നൂരീശിക്ക് പോയി അവിടുന്ന് അങ്ങോട്ട് പോയി, ഇനിയിപ്പോ അവിടെ നിങ്ങൾ അവിടുന്ന് പിന്നെയും പോകും. പണ്ട് ചേകന്നൂര് പോയത് അങ്ങനല്ലേ, പോയി അങ്ങനെ പലതും പോകും. ചേകന്നൂർ അങ്ങനെ ആദ്യം മുജാഹിദായി, പിന്നെ അതിനും പോയില്ലേ. പിന്നെ അയാൾ 5 വക്തുള്ള നിസ്കാരം 3 വക്താക്കി. പിന്നെ അയാൾ നിസ്കരിച്ചണമെന്നല്ല എന്നുള്ളടത്തേക്ക് എത്തുന്നത്. കാരണം എന്താ, നിസ്കരിക്കണം എന്തിനാ ഖുർആനിൽ പറയുന്നത്? ഇപ്പോൾ യുക്തിയാണ്. ഈ ദിക്രീന ഇന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിസ്കരിച്ചാണ് അള്ള പറഞ്ഞത്. അപ്പൊ ഇയാൾ അവസാനം എന്ത് പറച്ചിൽ തുടങ്ങി? ചായ പാരുന്ന ഒരാള്, ചായപ്പീടിയിൽ ഇപ്പൊ ഒരാള് ചായ പാരുക. അപ്പൊ 2 ആള് വന്നിട്ട് പറഞ്ഞു, അജരെ ഒരു കട്ടൻ ചായയും ഒരു ലൈറ്റ് പൊടിക്കട്ടനും എടുത്തോളുക. അപ്പൊ ഇയാൾ ഈ ലൈറ്റ് പൊടിക്കട്ടൻ ഈ കട്ടൻ ചായക്ക് എടുക്കുന്ന സമയത്ത് എന്റെ അല്ലോന്ന് പറഞ്ഞിട്ട് ചായന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെ കയ്യും കാലും കയ്യിൽ ഊറിക്കെച്ചന്റെ കാര്യമൊന്നുമില്ല. കാരണം എന്താ, അയാൾ അള്ളാനെ ഓർത്തില്ലേ. ഡ്രൈവർ ഇങ്ങനെ വണ്ടി ഓട്ടുന്ന സമയത്ത് ഒരു അമ്പ് വന്നപ്പോ അള്ള പടച്ചോ മതി, അയാൾ കരങ്ങി. എങ്ങനെ, എന്ത് യുക്തിവാദം? ഇതൊക്കെ അവസാനം അങ്ങനെ ആയി തന്നെ പോവുക. ഈമാൻ ശ്രദ്ധിച്ചോളണം. എന്നിട്ട് ലാസ്റ്റ് ഇയാള് പറയാണ്, ഇയാളെ കുറിച്ച് പറയാ, സ്വർലോകം കൈക്കുള്ളി ലാക്കി ജീവിക്കവേ എങ്ങിനെയങ്ങു സമ്പാദിച്ചു ഭൂമിയെ. ഉമർ മൗലവിന്റെ ഉള്ളം കയ്യിലായിരുന്നു എത്ര സ്വർഗം. സൂറത്ത് ആലി ഇമ്രാനിൽ 133 ആയത്തിൽ അള്ള പറയുന്നത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഉളരൂ. എന്നിട്ട് അള്ള പറയാ, ഈ സ്വർഗത്തിന്റെ വിശാലത ആകാശഭൂമിന്റെ വിശാലതയാണ്. അപ്പൊ സ്വർഗ വിശാലത ഖുർആൻ പറയുന്നത് ആകാശഭൂമിന്റെ വിശാലത ഉണ്ടെന്നാ. ആ സ്വർഗ വിശാലത അത്രത്തോളം ഉണ്ടെങ്കിൽ ആ സ്വർഗമായിരുന്നു ഉമർ മൗലവിന്റെ ഉള്ളം കയ്യിൽ. സ്വർലോകം കൈക്കുള്ളി ലാക്കി ജീവിക്കവേ എങ്ങിനെയങ്ങു സമ്പാദിച്ചു ഭൂമിയെ. നിങ്ങൾക്ക് എന്താ അർഹത ഉള്ളത്? ഞങ്ങളുടെ മാലിയും മൗലിതൊക്കെ തൊടാനുള്ള അർഹത എന്താ? ഇനി ഇവരെന്താ പറയുന്നത്? ഇതുപോലൊന്നല്ല നിങ്ങളെ മാലിയും മൗലിതും. നിങ്ങളിതൊക്കെ ആൾക്കാരെ പറഞ്ഞ് പൊട്ടീസാക്ക. നിങ്ങളിൽ വേണ്ടാത്ത പല വിളിയും വരിയും ഒക്കെ ഉണ്ട്. മങ്കൂസ് മൗലിതൊക്കെ വലിയ അപരാധമായിട്ട് പറയുന്ന ഒരു വരി എന്താ? നിങ്ങള് മുജാഹിദ് റബീഉൽ അവ്വൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ ജീവിക്കലെന്നെ ഉമല. കുറ്റം ചെയ്തു അനവധി പാപിയാൻ റസൂലരേ കുന്തിത പേട്ടങ്ങളിൽ ശരണം തരണം ദൂതരേ. നബിയോട് നമ്മൾ ആവലാതി പറയുന്നത് ശരിയാണ്, ഇത് പാടില്ല എന്ന മുജാഹിദ് പറയും. പറ്റുന്ന ഞങ്ങൾ പറയും. പാപം പൊറുക്കാൻ നബിയോട് പറയുന്ന മുജാഹിദ് പറയും. അതില്ല, ഞങ്ങൾ നബിയോട് പാപം ലക്ക അഷ്കൂഫീഹിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ മുജാഹിദ്? നബി ഞങ്ങളിന്റെ ദോഷം പുറത്തു തന്നെ. നിങ്ങൾ ഏത് കോളേജിലാണ് പോയിട്ട് പഠിച്ചത്? ഏത് മൗലവി ഞങ്ങളെ അറബി പഠിപ്പിച്ച്? നിങ്ങൾക്ക് ഇവരെല്ലാം ടീച്ചർ നാട്ടുകാർ പൊട്ടന്മാരാകല. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവിടെ എന്താണ് സുഹൃത്തുക്കളെ? അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലില്ലേ, ഇമാം മുസ്ലിമും ഉദ്ധരിച്ചിട്ടില്ലേ, അതൂബു ഇലല്ലാഹ് വ ഇലാ റസൂലിഹി, ഞാൻ അല്ലാഹുവോട് തൗബ ചെയ്യുന്നു, അവന്റെ റസൂലിനോടും തൗബ ചെയ്യുന്നു. തൗബ എന്ന് പറഞ്ഞത് ആരോടുള്ളതാ? അള്ളാഹുനോട് ചെയ്യുന്ന കാര്യമില്ലേ? ആയിഷ ബീവി പറയുന്നത്, ഞാൻ നബിനോടും തൗബ ചെയ്യണം. ഇനി മുജാഹിദിന്റെ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മൗലവിമാർക്ക് വല്ല അന്തണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി എന്ന് വേണ്ട, അവിടെ വ റസൂലി എന്ന് പറഞ്ഞാൽ തന്നെ ആ അർത്ഥം കിട്ടും. പിന്നെ ആ ഇല ആവർത്തിച്ചത് എന്തിനാ? അത് മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അതൂബു ഇലല്ലാഹ് എന്ന് പറയും പോലെ തന്നെ അതൂബു ഇലാ റസൂലില്ലാ എന്നും പറയാൻ പറ്റും എന്നതിന്റെ സൂചനയാണത്. അറബിയെ കുറിച്ച് അറിയാൻ ഈ ഒരു ആയത്തും ഹദീസും ഇങ്ങനെ നോക്കിയിട്ട് തിരിയുന്നതൊക്കെ അല്ല തീരെ. ഇത് പൂർവ്വകാല ആളുകൾ എങ്ങനെ ഇത് മനസ്സിലാക്കി? ഇവിടെ ഇപ്പൊ നബിയോട് നമ്മൾ ആവലാതി പറയാണ്, കയ്യും കണക്കുമില്ലാതെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപിയാണ് നബിയെ, എന്റെ കാര്യത്തിലൊന്ന് നിങ്ങൾ അല്ലാഹുവോട് എന്റെ വിഷയത്തിലൊന്ന് റെക്കമെൻഡ് ചെയ്യണേ എന്ന് ഒരു അടിമ, സത്യവിശ്വാസിയായ ഒരു അടിമ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞുകൂടാ എന്ന് ഇസ്ലാമിന്റെ നയമല്ല. സൗദി അറേബ്യ ഭരിക്കുന്നത് സമസ്തയല്ലല്ലോ. ആ സൗദി അറേബ്യയിൽ മദീനത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ ആ ഖബർ ഷരീഫിന്റെ മുൻഭാഗത്തതാ
മുജാഹിദീങ്ങളെ, അരീക്കോട്ട മുജാഹിദീങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ കോളേജിന്റെ പരിസരത്താണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിളിക്കൂ, മൊബൈൽ ഫോണിൽ മദീനത്തേക്ക് വിളിക്കൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് വിളിക്കൂ. നിങ്ങൾ ആ ഖബർ ഷരീഫിന്റെ മുൻഭാഗത്ത് മനോഹരമായി അവിടെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. യാ ഖൈറ മൻ ദുഫിനത് ബിൽകാഹി അഅ്ലുമുഹു ഫത്വാബ മിൻ തിബിഹിൻ നൽകാഉ വല്ലകമു നഫ്സിൽ ഫിദാഉ ലിഖബു ഇന്നൻത സാകിനുഹു ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ വരി അവിടെ ഇല്ലേ? ഇല്ലാന്ന് പറയാ, നിങ്ങൾ പറഞ്ഞ പണി ഞാൻ എടുത്തോളാം. അതിന് ഉണ്ടിച്ചിട്ട് എന്താ മൂല്യല്ല ഞങ്ങൾക്ക്? ഈ വരി ആരാ ചൊല്ലിയത്? ആരാ ചൊല്ലിയത്? അത് ആരെങ്കിലും ആയിക്കോട്ടെ, ആണ് ഒഴിഞ്ഞു മാറരുത്. എന്തിനാ അവിടെ ഇരിച്ചിരിക്കുന്നത്? ഈ വരി ചൊല്ലിയത് ആരറിയോ? വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ സമീപത്തൊരു അഅ്റാബി വന്നിട്ട് നബിയെ വിളിക്കുകയാണ്. ഉമ്മാ, സഹോദരിമാരെ, വഫാത്തായി പോയ നബിയെ വിളിച്ചുകൊണ്ട് ആ അഅ്റാബി പറയുന്നത്, നബിയെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. പാപം ചെയ്തു പോയ ആളുകൾ നബിയെ സമീപിക്കുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ വെച്ച് അല്ലാഹുവോട് പൊറുക്കലിനെ തേടുകയും അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ആവശ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അവരല്ലാഹുവേ തൗബ സ്വീകരിക്കുന്നവരായി എത്തിക്കുമെന്ന ആയത്തോതിയിട്ട് ഈ അഅ്റാബി തന്റെ പാപത്തിന്റെ സങ്കടം മുത്തുനബിയോട് പറഞ്ഞുകൊണ്ട് ചൊല്ലിയ വരിയാണ് ഉമ്മ. മദീനത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഈ അഅ്റാബി ചൊല്ലിയിട്ടങ്ങ് പോവുകയാ. ഉത്തുബി വിവരിക്കുകയാ, എനിക്ക് ഉറക്കു വന്നുപോയി, ഞാൻ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. ഉത്തുബിയെ റസൂൽ വിളിച്ചു പറയുന്നത്, ഓ ഉത്തുബി, അഅ്റാബി, എന്റെ ഖബറിന്റെ എന്റെ സമീപത്ത് വന്നോട് സങ്കടം പറഞ്ഞ അഅ്റാബിക്ക് സുവിശേഷം അറിയിക്കടേ, അയാളെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്നറിയിക്കണോ. ആ അഅ്റാബി ചൊല്ലിയ വരിയാണ്. ഇതന്നല്ലേ ഇർത്തഖബത്തു. ഇനി വഫാത്തായി പോയ നബിതങ്ങളെ വിളിക്കൽ, അത് നബിക്കുള്ള പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. ഇപ്പൊ ആ ഒരു ഉശീർ കുറഞ്ഞിരിക്കുന്നു. ഇതേ കാരണോ? അതാണ് മറ്റേ മുജാഹിദിനെ ഞങ്ങൾ നന്നാക്കി. സക്കരിയ സലായിക്ക് പറഞ്ഞില്ലേ, ഇമാമിങ്ങളെ പേരിൽ ശിർക്കും കുഫറും ആരോപിച്ചിട്ട് നിങ്ങൾ ജമിയത്തുൽ ഉലമന്റെ സെക്രട്ടറി സ്ഥാനം നിൽക്കുന്ന എനിക്ക് വേണ്ടത്. ഓ, ആ മുത്തൊക്കെ നന്നായത് കണ്ടില്ല നിങ്ങൾ? എത്ര നന്നായി. ഇമാമിങ്ങളെ പിന്നാലെ പോരാ. ഇനി എന്താ നമ്മൾ സംശയം? ഏത് ഇമാമ സക്കരിയ ഇസ്തിയാസ് ചെയ്യാത്തത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടപ്പോഴാ മുജാഹിദിന് തിരിഞ്ഞത് അല്ലേ? ഈ ഹദീസ് ഒന്നുണ്ടേതാ? യാ ഇബാദല്ലാഹ് നിങ്ങളെ സൗക്കാനി വരെ ഈ ഹദീസ് ദലീലാണ്. നമ്മള് അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ ഈ ഹദീസ് ദലീലാണ്. കാരണം എന്താ? നമ്മൾ കാണാത്ത ജിന്നുകളിൽപ്പെട്ട സ്വാലിഹീങ്ങളും മലക്കുകള് അവര് നമ്മളെ സഹായിക്കും. ഇപ്പൊ പണ്ടുങ്ങൾ ആകെ മനുഷ്യന്മാർക്ക് സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. ഇതൊക്കെ അള്ള വെച്ച നമുക്കുള്ള ഹെൽപ്പർമാരാണോ? ഇതൊന്നും അല്ലാത്തവരോട് സഹായം ചോദിക്കല്ല, അള്ളാഹിനോട് തന്നെ സഹായമൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പോയത്തം പറിച്ചിട്ട് നിർത്തി. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? പ്രാർത്ഥനന്റെ ഡെഫിനിഷനുകൾ മാറ്റി. പണ്ട് നിങ്ങൾക്ക് മനുഷ്യ കഴിവിന് അതീതമായിരുന്നു. ആ മനുഷ്യ കഴിവിന് അതീതം സൃഷ്ടി കഴിവിന് അതീതമൊക്കെ. കാരണം ജിന്നു സൃഷ്ടിയല്ലേ. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് നന്നായി അൽഹംദുലില്ലാഹ് ഞങ്ങൾ ആ ഡെഫിനിഷൻ മാറ്റിയത്. കാരണം സൃഷ്ടിന്റെ കഴിവ് പെടാത്തൊരു കാര്യം ഞങ്ങൾ സൃഷ്ടിയോട് ചോദിക്കണില്ല. ആ അമ്പിയാക്കളോട് ഇപ്പൊ ഞങ്ങൾ സഹായം ചോദിക്കണം. അതുപോലെ മോചിതത്വം ഔലിയാക്കൾ പോലെ കറാമത്തോണ്ട് ഞങ്ങൾ സഹായിക്കുന്ന, അത് ഓർക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്ന കഴിവിന്റെ പരിധിപ്പെട്ടത് ഞങ്ങൾ ചോദിക്കുന്നു. അള്ളാഹു തആല ഓർക്ക് അങ്ങനത്തെ ഒരു കൈ കൊടുത്തത്. നിങ്ങൾക്ക് കുറെ പോയത്തം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇപ്പൊ സക്കരിയ ജമാഅത്തെ ഇസ്ലാമിക്കാർ നിങ്ങൾ ചോദിക്കി, ഏഴിമല ഉസ്താദ് 21 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ചെറുവാടി ഏഴിമല ഉസ്താദ്, ഓരോ 5 മക്കള് ജമാഅത്താര, ഒരു മോന് EN മഹമ്മൂദ് മുസ്ലിയാർ, അവര് മാത്രമാണ് സുന്നിയുള്ളത്. അവരൊരു മാസം മുമ്പ് മരിച്ചു. രണ്ടാള് സുന്നിയാണ്. ഇങ്ങനെ മഹ്മൂദ് മുസ്ലിയാരുടെ ഖബറ് പ്രത്യേക വസിയ്യത്ത് പ്രകാരം ബാപ്പാന്റെ ഖബറിന്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ എന്ത് ചെയ്തു നിങ്ങൾ ഉമ്മമാര് ഇതൊക്കെ കേൾക്കണോ? അങ്ങനെ ഈ ഖബറിന് ഒരു അസാധാരണ നീളം അനുഭവപ്പെട്ടു. അപ്പം ജമാഅത്ത് ഇസ്ലാമിക്കാരായ മക്കള് പള്ളി കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സുന്നികൾ ഉണ്ടാക്കി ഒപ്പിച്ച പണിയാണ്, ഞങ്ങളുടെ ബാപ്പാന്റെ ഖബർ അങ്ങനെ നീണ്ടിട്ടൊന്നുമില്ല. നീട്ടിയതാണോ നീണ്ടതാണോ എന്ന് അറിയാൻ വേണ്ടി ജമാഅത്തിന്റെ ഖബർ കളച്ചു. പള്ളി കമ്മിറ്റിക്കാരെന്നായിക്കോട്ടെ മധ്യസ്ഥന്മാരെ നിർത്തിയിട്ട് നാട്ടുകാരുടെ അടിയിൽ പിക്കാസും കൈക്കോട്ടെടുത്ത് ഈ മൗദൂദി കുട്ടികൾ കൊത്തി EN ഇബ്രാഹിം മൗലവി ഉൾപ്പെടെ സ്വന്തം ബാപ്പാന്റെ ഖബർ
മേലെ ഒപ്പിച്ചതല്ല. മൂടലിന്റെ നീളം കണ്ടപ്പോ പിക്കാസും കൈക്കോട്ടിട്ടിട്ട് മൗദൂദി കുട്ടികൾ ഇറങ്ങിപ്പോണ് മയ്യത്തിന്റെ തലയിന്ന് പേൻ പോണ മാതിരിയാ പോയിരുന്നു. പണ്ട് 87 പ്രബോധനത്തിൽ പച്ച തോന്നിയാസ എഴുതിച്ചു ജമാഅത്തേര്. റസൂലുള്ളാഹിന്റെ ഭൗതിക ശരീരം മറമാടിയത് ജീർണിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കാനാണ്. അങ്ങ് വെളിയിൽ വെച്ചാ പോരെ. ഓന്റെ ജമാഅത്തേരാ എന്ത് ബുദ്ധിയാടോ എന്റെ ബുദ്ധിയൊക്കെ. അൽമനാറിൽ മുജാഹിദ് എഴുതി ജീർണിച്ച ചടങ്ങുകൾ. അള്ളാന്റെ റസൂലിന്റെ ഹദീസൊക്കെ അബൂദാവൂദ് എടുത്ത് വായിക്ക്. വെള്ളിയാഴ്ചകൾ എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കും. ആ സ്വലാത്തൊക്കെ എനിക്കെത്തും. സ്വഹാബത്ത് ചോദിച്ചു, നബി ഞങ്ങൾ വഫാത്തായി ഖബറിലെത്തിയാൽ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നിങ്ങൾക്ക് എത്തും, നിങ്ങൾ മണ്ണാവൂലേ? നബിന്റെ സ്വഹാബത്തിന് സംശയം ഉണ്ടായതുകൊണ്ടല്ല. വഹാബി മൗദൂദികൾ വരും. അക്കാലത്ത് സുന്നിയക്ക് സംശയം കൊടുങ്ങായിരിക്കാം. അന്ന് സ്വഹാബത്ത് ചോദിച്ചാടോ? അന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ ഉത്തരം എന്താ? അബൂദാവൂദിൽ ഹദീസില്ലേ, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാഇ, അംബിയാക്കളെ ശരീരം ഭൂമി തിന്നൂല, ഭൂമിക്ക് നിഷിദ്ധമാണ്. ഞാൻ സംസാരിക്കുന്നത് റിഫാഇ തങ്ങളെ അനുസ്മരണ മാസത്തിലല്ലേ? പ്രിയപ്പെട്ട ഉമ്മമാരെ, ആരാണ് റിഫാഇ തങ്ങള്? ഹിജറ 500 ജീവിച്ച് വഫാത്തായി പോയവരല്ലവോ? ഇമാം സുയൂത്തി തങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. മഹാനായ റിഫാഇ തങ്ങളതാ ഹജ്ജിന് പോയപ്പോ മദീനത്ത് ചെല്ലുകയാ. ഖബർ ഷരീഫിന്റെ ചാരത്ത് നിന്നുകൊണ്ട് മഹാന് ആ മനോഹരമായ ഖബർ ഷരീഫ് നോക്കിയിട്ട് പറയുന്നത്, യാ റസൂലല്ലാഹ്, പലപ്പോഴും എന്റെ ആത്മാവ് മാത്രമാണ് നബിയെ ഇവിടെ വരാറുള്ളത്. എന്നെന്റെ ആത്മാവ് മാത്രമല്ല, എന്റെ ജസദും അങ്ങയുടെ ചാരത്തുണ്ട് നബിയെ. എനിക്കൊരാഗ്രഹമുണ്ട് നബിയെ. റിഫാഇ തങ്ങൾ നബിയെ വിളിച്ചിട്ട് ആഗ്രഹം പറയുന്നത്, വഫാത്തായി പോയ നബിയോടാ പറയുന്നത്, അങ്ങയുടെ കയ്യൊന്ന് എനിക്ക് നീട്ടിത്തരുമോ? ഞാനതിലൊന്ന് ചുംബിക്കട്ടെ യാ റസൂലല്ലാഹ്. എന്നിട്ട് റിഫാഇ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പാടുന്നത്, ഫീ ഹാലത്തിൽ ബുദൂറു ഫീ കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അൻനി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹദറത് വൻദുർ യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതി. ഓ എന്റെ സഹോദരാ, മുജാഹിദ് ജമാഅത്തുകാര് പറയുന്നത് പോലെയുള്ള നേതാവല്ല നമ്മുടെ നേതാവ്. ആ ഖബർ ഷരീഫിൽ നിന്നതാ ഒരു കയ്യങ്ങ് വെളിയിലേക്ക് അങ്ങ് വരികയാ. ആ കൈ ആരുടെ കൈയാണ്? ലോകത്തിന്റെ സൃഷ്ടിപ്പിന് കാരണക്കാരനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ, മദീനയുടെ വസന്തം ത്വാഹ റസൂലുള്ളാഹി. ജനകോടികളായ ജനകോടികളുടെ മനസ്സാകുന്ന മാണിക്യക്കൊട്ടാരത്തില് എന്നും താലോലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ കുടിപ്പുടിപ്പ്, നമ്മുടെ കരളിന്റെ കഷ്ണം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയാണ് ആ വെളിയിലേക്ക് അങ്ങ് വന്നത്. ഈ നേതാവ് മണ്ണായി പോയി എന്ന് പറയുന്നത് എന്താ? മുജാഹിദിന്റെ ഒക്കെ വിശ്വാസം എന്ത് ഈമാനാ? പിന്നെ എന്താ ജമാഅത്ത് പറയുന്ന വിശ്വാസം? എന്ത് ഈമാനുള്ളത്? അതുകൊണ്ട് ചെറുപ്പക്കാരെ, പരിഷ്കാരം കാട് കയറി സുന്നത്ത് മഅത്തിന്റെ അഖീദ വിട്ടുപോകണ്ട. അനന്തര ഫലം നരകമായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ചുരുക്കുകയാണ്. എല്ലാവരും എണീറ്റ് നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് കടന്ന് ഈ സദസ്സ് കാണും എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടത്തെ കളിയാക്കിയവരോടും അവിടത്തെ കഴിവിനെ കുറച്ചു കാണിച്ചവരോടുള്ള നമ്മുടെ ജിഹാദാണ് ഈ സ്റ്റേജും നമ്മുടെ സദസ്സും. നമുക്കിതുകൊണ്ട് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഹബീബിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഹൗദുൽ കൗസർ കിട്ടണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ഈ സദസ്സിൽ ഞങ്ങൾ എത്രയോ സമയമായിരിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. നിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിന് വേണ്ടി കഷ്ടപ്പെട്ടവർക്കും പ്രവർത്തിച്ചവർക്കും സഹായിച്ചവർക്കുമെല്ലാം നീ പരലോകത്ത് ഹബീബിനോട് നിന്നുള്ള സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്.